ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് അമർ ജവാൻ സ്ക്വയറിലാണ്. എൻ്റെ ഈ കൂളിംഗ് ഗ്ലാസ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും മീശയൊക്കെ പിരിച്ചപ്പോൾ എന്താണാവുന്നു. ഞാനും ഒരു പട്ടാളക്കാരനാവാൻ ആഗ്രഹിച്ചിട്ടുള്ള ആളായിരുന്നു. രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കുവാൻ എനിക്ക് വിഷയമല്ലായിരുന്നു. ഞാൻ മാക്ഡോവൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് എന്നോട് എൻ്റെ മാക്ഡോവലിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ PNK ഉണ്ണി, അന്ന് GM ആയിരുന്നു, ആൾ ചോദിച്ചിരുന്നു, സോളമനെ വേറെ വല്ല മിലിറ്ററിയിൽ പോയിക്കൂടാ, അത്യാവശ്യത്തിന് 6 അടി ഉയരമുണ്ട്, ഇപ്പോഴത്തെ പോലെ തന്നെ ബോധമില്ല എന്നുണ്ടെങ്കിലും ഉയരത്തിന് ഒരു കുറവില്ല, അല്ലെങ്കിൽ പോലീസിൽ ചേർന്നോട്ടെന്ന് പറഞ്ഞു. പോലീസിനോട് വലിയ താല്പര്യമില്ല, കാരണം പോലീസ് ഈ പറഞ്ഞ പോലെ അവിടെ നിൽക്കൂടുന്നത്. അന്നൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ ട്രൗസർ ഇട്ടിട്ടുള്ള പോലീസുകാരെ കണ്ടിട്ടുണ്ട് ട്രാഫിക്കിലൊക്കെ നിൽക്കണത്. അവരന്ന് ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ ഇവർ ട്രൗസർ ഇട്ടിട്ട് ഈ കൊടാരുള്ളിൽ നിൽക്കും. അവർ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ കയ്യിലൊരു ചെറിയൊരു ബോർഡൊക്കെ ഉണ്ടാവും. അപ്പം അത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇതൊരു അത്ര സുഖമുള്ളൊരു പരിപാടി ഇല്ല, കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോറടിക്കും. മറ്റേതാവുമ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യാം. ഒരുപാട് കഥകളുണ്ട്. ഇപ്പം നമ്മുടെ മേജർ ലാസ്റ്റ് മോഹൻലാൽ ഇപ്പോൾ അതിൽ ഒക്കെ ആളിനെ എടുത്തുണ്ട്. അപ്പോൾ ആളും ഈ കഴിഞ്ഞ വയനാട് വിഷയത്തിലൊക്കെ ആളും വന്നിരുന്നു. അതന്നെ വലിയൊരു കാര്യമാണ്. മറ്റുള്ള ജവാന്മാർക്ക് കുറച്ചൊരു ഉത്തേജനമാണ്. അവർക്കൊരു എന്തെന്ന് പറയുക, എൻ്റെ വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല. കാരണം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒന്നും വയ്ക്കുന്നില്ല, കാരണം ഒരു സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം ഞാൻ CCയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊന്നും കട്ടപ്പിടിക്കാൻ പറ്റിയുള്ള ആൾക്കാരല്ല. നമ്മളിപ്പോൾ ഇവിടെ ജാതി മതം അല്ലെങ്കിൽ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് തല്ലൂടുമ്പോൾ നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ അതിരുകൾ കാക്കാൻ വേണ്ടിയിട്ട് അവരവിടെ പാടുപെടുന്നത് അവരെ ജാതി മതം നോക്കിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ പോലീസിലായാലും പട്ടാളത്തിലായാലും അങ്ങനെയൊക്കെ നോക്കാൻ തുടങ്ങി കഴിഞ്ഞില്ലേ, രാഷ്ട്രീയം നോക്കാൻ തുടങ്ങിയ നമ്മുടെ രാജ്യം അവിടേക്ക് എത്തുക ഒരിക്കലെത്തില്ല. അപ്പം നമ്മളിന്ന് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സ്വസ്ഥമായിട്ട് ഇവിടെ ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് ഈ ജവാന്മാർ കാരണമാണ്. അപ്പോൾ അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു. സല്യൂട്ട് കൊണ്ട് തീരില്ല. അപ്പോൾ ഇപ്പോൾ ഓരോ ദിവസങ്ങളും അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അങ്ങനത്തെയാണ്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ജവാന്മാരെ ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഓക്കെ, ഗുഡ് മോർണിംഗ്.